ജ്യോതി മൽഹോത്ര കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്. ബിജെപിക്ക് യോഗി ആദിത്യനാഥിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറയാൻ തോന്നുന്നുണ്ടോ എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചത്. ഇൻഫ്ലുവൻസേഴ്സിനെ തെരഞ്ഞെടുത്തത് എംപാനൽഡ് ഏജൻസികളാണ്. മന്ത്രിക്കോ സർക്കാരിനോ അതിൽ റോളില്ല. കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ച് ബിജെപിയുടെ ബോധപൂർവമായ കുപ്രചാരണമാണ് നടക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് വിശദമായി തന്നെ ഈ വിഷയത്തിലേക്ക് കടക്കാം. ലെബി സജീന്ദ്രനും VS രഞ്ജിത്തും ആദിൽ പാലോടും വിശദമായ ഈ വിഷയത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ചാരവൃത്തിക്ക് പിടിയിലായ ജ്യോതി മൽഹോത്ര വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയിലും പങ്കെടുത്തു. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ഒപ്പമുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ലെബി സജീന്ദ്രൻ ചേരുന്നു. ലെബി, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട് തമാശയല്ല, നമ്മൾ ഈ സിനിമാ ഡയലോഗ് പറയുമല്ലോ, നമ്മുടെ തീയും വന്നില്ല പുകയും വന്നില്ല എന്നൊക്കെ പറയുന്ന ഡയലോഗ്, അതുപോലെയല്ല ഇതിപ്പോ കേരളത്തിൽ ജ്യോതിയും വന്നു, വിവാദവും വന്നു, പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര വന്നിട്ടുണ്ടെന്നും അവർ ആ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട വ്ലോഗ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ മനസ്സിലാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിന്റെ പല ടൂറിസ്റ്റ് സ്പേസുകളിലും അവർ എത്തിയിട്ടുണ്ട്, പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കേന്ദ്രമന്ത്രിയോട് അവർ അഭിപ്രായം ചോദിക്കുന്നതും മന്ത്രി പറയുന്നതും ഒക്കെ കേൾക്കാം. അപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെ മനസ്സിലാക്കാം? റോഷ്നി, 2023 ഏപ്രിൽ 25-നാണ് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് എത്തുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടന ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേ ഭാരത് ട്രെയിൻ കാസർഗോഡ് എത്തുന്നു. തിരിച്ച് കാസർഗോഡ് നിന്നുള്ള യാത്രയുടെ ആരവം മുഴുവൻ നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് വന്ദേ ഭാരതിന് മുന്നിൽ നിന്നുകൊണ്ട് ഇതിന്റെ പ്രൊമോഷൻ മൊത്തം നടത്തുകയാണ് ജ്യോതി മൽഹോത്ര. അതിനുശേഷം വന്ദേ ഭാരത് പുറപ്പെട്ടു കഴിയുമ്പോൾ ട്രെയിനിനുള്ളിലേക്ക് കയറുന്നു. ഈ ട്രെയിനിന്റെ എല്ലാ കാര്യങ്ങളും, സീറ്റ് ഉൾപ്പെടെ അതിന്റെ എല്ലാ സൗകര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രൊമോഷൻ നടത്തുന്നത്. അതിനുശേഷം അതിൽ യാത്ര ചെയ്യുന്ന V മുരളീധരനോട്, BJP നേതാവ് V മുരളീധരനോട്, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനോട് അഭിപ്രായം ചോദിക്കുന്നു. ആ അഭിപ്രായം അതങ്ങനെ തന്നെ, അത് സുദീർഘമായ സംഭാഷണമാണ്. അതിനുശേഷം അതിൽ യാത്ര ചെയ്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ആളുകളോട് സംവദിക്കുന്നുണ്ട്. അതിനുശേഷം ട്രെയിനിൽ കയറുന്നു. വന്ദേ ഭാരതിന്റെ സൗകര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും തിരുവനന്തപുരത്ത് ആ ട്രെയിൻ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബാക്കി കാര്യങ്ങൾ വളരെ വിശദമായി സംസാരിച്ചുകൊണ്ടാണ് ഇവരുടെ വീഡിയോ. അപ്പോൾ ഓർക്കേണ്ട കാര്യം റോഷ്നി, ഇത്രയും ദിവസം, അതായത് കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തി എന്നുള്ള വലിയ വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനും വളരെ മുമ്പ്, അതായത് 2023 ഏപ്രിൽ 25-ന് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെട്ട ദിവസം അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയിരിക്കുന്നു. ഇതിന് മറുപടി പറയേണ്ടത് BJP നേതൃത്വമാണ്. ഇവർ സ്വമേധയാ വന്നതാണോ? ഇവർ ഇതിനെ സ്വമേധയാ വന്നതാണെങ്കിൽ ഇത്രയും സുദീർഘമായി ഇതിന്റെ പ്രചാരണം നടത്തിയത് എന്തിനാണ്? അങ്ങനെയെങ്കിൽ ഇത് BJPയുടെ അറിവോടുകൂടിയാണോ? അതല്ല BJP നേരിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നതാണോ? ഇപ്പോൾ ടൂറിസം വകുപ്പ് മറുപടി പറയുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം BJPക്കുണ്ട്. BJP ക്ഷണിച്ചിട്ടാണോ വന്നത്? അതല്ല എങ്കിൽ എങ്ങനെയാണ് ഈ ട്രെയിനിനകത്ത് കയറി V മുരളീധരനോട് ഇത്തരത്തിൽ ഇതിന്റെ അഭിപ്രായം ചോദിക്കുന്നു? ഇതിന്റെ അഭിപ്രായത്തിന് അദ്ദേഹം, ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നു. അതിനുശേഷം ഈ ട്രെയിനിൽ ഉടനീളം യാത്ര ചെയ്യുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് ഇതിന്റെ എല്ലാ സൗകര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി സംസാരിക്കുന്നു. അങ്ങനെ വന്ദേ ഭാരതിന്റെ പ്രൊമോഷനായി എന്തുകൊണ്ട് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തി? അതിന് ഉത്തരം പറയേണ്ടത് തീർച്ചയായും BJP നേതൃത്വം തന്നെയാണ് റോഷ്നി.